5 ബ്രദേഴ്സ്. അതിൽ ഒരാള് ധർമ്മപുത്രനായിട്ട് രാജൻ പി ദേവ് സാറിനാണ് കാണിക്കുന്നത്, മരിച്ചുപോയി കഥയിൽ. പിന്നെയുള്ളത് ഭീമൻ ഇന്ദ്രൻ ചേട്ടൻ, സഹദേവൻ ജഗദീശൻ, നകുലൻ പ്രശാന്ത് അലക്സാണ്ടർ ചേട്ടൻ, അർജുനൻ ഞാൻ. ഇതിപ്പോ ട്രെയിനിന്ന് ഞാൻ വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. കാരണം പെട്ടെന്നല്ലേ എനിക്ക് ആ ഒരു സാധനം കിട്ടിയത്. അപ്പൊ അങ്ങനെ ഞാൻ വായിച്ച് അർജുനൻ എന്നുള്ള ഒരു കഥാപാത്രത്തിന്റെ ഏകദേശം ഒരു ഐഡിയ ആക്കി വരുന്നതേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് ഷോട്ട് നമ്മുടെയാണ്. ഞാൻ കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലോ, ഇന്ദ്രൻ ചേട്ടൻ കുറച്ച് ചെറുതാണ്. അപ്പൊ എന്നെ ഇങ്ങനെയാണ് നോക്കുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് അപ്പൊ അപ്പോഴും സംസാരിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി പോകുന്ന പറയുമ്പോൾ സംസാരിച്ചില്ല. എന്നെ ഇങ്ങനെ വന്ന് നോക്കി ഒന്നും ഇതുമില്ല. ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു സാധനമൊന്നുമല്ല. അടുത്ത് വന്ന് എന്നൊന്നും ഇങ്ങനെ നോക്കി ഷോൾഡറിൽ 2 തട്ട് വന്നു. ആ തട്ട് കിട്ടിയിട്ടാണ് ഞാൻ നോക്കി. ഡിജിറ്റൽ വില്ലേജ് കണ്ടിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നൊരു കോൾ എന്ന് പറഞ്ഞ പ്രശാന്ത് ചേട്ടന്റെ. ജഗദീഷേട്ടനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ജഗദീഷേട്ടൻ ഭയങ്കര ഒരു പ്രൊഫസർ ഫീലാണ് എനിക്ക് എപ്പോഴും. നമ്മൾ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഒരു ആധികാരികതമായിട്ടാണ് ആധികാരികത ഉണ്ടാവും എല്ലാത്തിലും. ഗരീബേട്ടനെ കണ്ടു, കാരനാലിൽ സംസാരിച്ചു. പ്രശാന്ത് ചേട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ വലിയ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകും. കാരണം നമുക്കൊരു വിന്റേജ് ജഗദീഷേട്ടൻ, വിന്റേജ് ഇന്ദ്രൻ സാറിനെയൊക്കെ കാണാൻ പറ്റും. ആ ഒരു ഫാമിലി, വഴക്ക്, കുശുമ്പ് കുഞ്ഞായ്മകള്, പിന്നെ കലഹം, ആ ഒരു ബോണ്ടിങ്, സ്നേഹം, ഇമോഷൻ എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞ് ഫാമിലി പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഹായ്, ഹലോ, നമസ്കാരം. സിനിമാ പ്രാന്തനിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആക്ടർ ഋഷികേഷ് ആണ്. വെൽക്കം ടു സിനിമാ പ്രാന്തൻ. അപ്പൊ പരിവാറാണല്ലേ ഏറ്റവും പുതിയ വിശേഷം. എങ്ങനെയുണ്ട് റെസ്പോൺസ് പരിവാറിന്? നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ചിരിക്കാനുള്ള, അല്ലെങ്കിൽ 2 മണിക്കൂർ തിയേറ്ററിൽ ഒന്ന് ആസ്വദിച്ചു പോകാനുള്ള സിനിമ എന്നുള്ള രീതിയിൽ ഫാമിലി ഓഡിയൻസ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററുകളിലൊക്കെ നല്ല ഹൗസ്ഫുൾ ഷോസ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഉള്ളത്. ആരെങ്കിലും വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ആൾക്കാര് റെക്കഗ്നൈസ് ചെയ്ത് വരുന്നു. പിന്നെ മെയിൻ ആയിട്ട് വിളിച്ചെന്ന് വെച്ചാല് ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പടം കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പെർഫോമൻസിനെ പറ്റി ഞാനെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരാണ് വിളിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് പരിവാറിലേക്ക് വരുന്നത്? പരിവാറിലേക്ക് ഞാൻ ആദ്യം ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ വില്ലേജ്. അതിന്റെ ഡയറക്ടേഴ്സ് തന്നെയാണ് പരിവാറിന്റെ ഡയറക്ടേഴ്സ്. ഞാൻ ഡിജിറ്റൽ വില്ലേജിന് ഓഡീഷൻ ത്രൂ സെലക്ട് ആയ ആളാണ്. നമ്മുടെ നാട്ടില് കാസർഗോഡായിരുന്നു ആ സിനിമ ഷൂട്ട് ചെയ്തതൊക്കെ. അതായത് ഒരു അതിർത്തി ഗ്രാമത്തിന്റെയൊക്കെ കഥ പറയുന്ന നല്ല രസകരമായിട്ടുള്ളൊരു സിനിമയായിരുന്നു അത്. അപ്പൊ അതിന്റെ ഭാഗമായി ഞാൻ ഓഡീഷൻ ത്രൂ ഭാഗമായി. അന്ന് മുതൽ ഇവരുടെ ഡയറക്ടേഴ്സുമായിട്ടുള്ള സൗഹൃദമാണ്. ഉത്സവ് രാജീവ്, ഫഹദ് നന്ദു, 2 ഡയറക്ടേഴ്സ്. അവരുമായിട്ടുള്ള ഒരു സൗഹൃദമാണ്. അപ്പോൾ ആ സിനിമ കഴിഞ്ഞത് മുതലേ ഇവർ ഈ പരിവാറിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യാറുണ്ട്, അവർ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ ഇങ്ങനെ ഇതില് മെയിൻ ഒരു ലീഡ് ചെയ്യുന്നപ്പോഴും ചിന്തിക്കുന്നില്ല. എനിക്ക് ഒരു കഥാപാത്രം കിട്ടും, അത് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പടം തുടങ്ങുന്നതിന് ഒരു 3 ദിവസം മുന്നെയാണ് അവർ എൻ്റെ അടുത്ത് പറയുന്നത്, അതിലൊരു മെയിൻ ക്യാരക്ടർ അർജുനൻ എന്ന് പറയുന്ന ക്യാരക്ടർ നീ ചെയ്താൽ മതി എന്ന് ഒരു 3 ദിവസം മുന്നെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് പരിവാറിന്റെ ഭാഗം. എങ്ങനെയുണ്ടായിരുന്നു ജഗദീഷ്, പ്രശാന്ത് അലക്സാണ്ടർ, ഇന്ദ്രൻസ് അല്ലെ, 3 നല്ല ആക്ടേഴ്സിന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റി? എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? 3 കിടിലങ്ങളാണ്, അതിനെപ്പുറത്തേക്കൊന്നും പറയാനില്ല. കാര്യം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഒരു താരങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ നമ്മളൊക്കെ എല്ലാവരും കൊതിക്കുന്ന അല്ലെങ്കിൽ കണ്ടിഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന ആദ്യമായിട്ടാണ്. ഇതുവരെ സ്റ്റാർസിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ വെച്ച് എല്ലാം പുതുമുഖങ്ങളാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷവും എക്സൈറ്റ്മെന്റും ഒപ്പം ടെൻഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടല്ലേ ഇവരുടെ കൂടെയൊക്കെ, കാരണം കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട്. ഇവരുടെ ഏറ്റവും ഇളയ അനിയനായിട്ടാണ്. ഇതിന്റെ ഒരു രീതി എങ്ങനെയാണെന്ന് അറിയോ? ഇത് പാണ്ഡവരുടെ പേരാണ് നമ്മുടെ സഹോദരങ്ങൾക്ക്. ഒരു ഫാമിലിയിലെ 5 ബ്രദേഴ്സ്. അതിൽ ഒരാള് ധർമ്മപുത്രനായിട്ട് രാജൻ പി ദേവ് സാറിനാണ് കാണിക്കുന്നത്, മരിച്ചുപോയി കഥയിൽ. പിന്നെയുള്ളത് ഭീമൻ ഇന്ദ്രൻ ചേട്ടൻ, പിന്നെ സഹദേവൻ ജഗദീശൻ, നകുലൻ പ്രശാന്ത് അലക്സാണ്ടർ ചേട്ടൻ, അർജുനൻ ഞാൻ. അപ്പൊ ഇവരുടെയൊക്കെ ഏറ്റവും ഇളയ അനിയനായിട്ടാണ് ഈ സിനിമയിൽ അർജുനൻ ഏറ്റവും ഇളയ ആളായിട്ടാണ് കാണിക്കുന്നത്. ഏറ്റവും ഇളയ ആളാണ് ഞാൻ. അപ്പൊ ഇവരൊക്കെ ആയിട്ട് ത്രൂ ഔട്ട് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ തന്നെ ഈ സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് എന്റെ ഇന്ദ്രൻ ചേട്ടന്റെ ആയിരുന്നു. അപ്പോ ഭയങ്കര ടെൻഷൻ പിടിച്ച സാധനമല്ല. പൂജ കഴിഞ്ഞ് ഫസ്റ്റ് ഷോട്ടാണ്. ഞാനാണെങ്കിൽ പടത്തിന്റെ 3 ദിവസം മുന്നെയാണ് ഇതിന്റെ ഭാഗമായത്. അപ്പോ ക്യാരക്ടർ എന്താണെന്നും കാര്യങ്ങളൊക്കെയാണ്. സ്ക്രിപ്റ്റ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു സെക്കൻഡ് ഹാഫിൽ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരുന്നേ ഉള്ളൂ. അത് ശരിക്കും ഒന്നും വായിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ട്രെയിനിൽ നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. കാരണം പെട്ടെന്നല്ലേ എനിക്ക് ആ ഒരു സാധനം കിട്ടിയത്. അപ്പൊ അങ്ങനെ ഞാൻ വായിച്ച് അർജുനൻ എന്നുള്ള ഒരു കഥാപാത്രത്തിന്റെ ഏകദേശം ഒരു ഐഡിയ ആക്കി വരുന്നതേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് ഷോട്ട് നമ്മുടെയാണ്. അപ്പോ ഇന്ദ്രൻ ചേട്ടനുമായിട്ടാണ്, പറയണ്ടല്ലോ, ലെജൻഡിന്റെ കൂടെയാണ് ഫസ്റ്റ് ഷോട്ട്. സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് അതാണ്.
ഫസ്റ്റ് ഷോട്ടിന്റെ പാല് പോകാൻ പാടില്ല എന്നുള്ള ടെൻഷനും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൂപ്പരാണെങ്കിൽ എൻ്റെ അടുത്തൊന്നും മിണ്ടുന്നില്ല എന്ന് വെച്ചുകഴിഞ്ഞാല് പൂജ കഴിഞ്ഞ് എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. നമുക്ക് തിരക്കല്ലേ, പൂജയുടെ സമയത്തൊക്കെ തിരക്കാണ്. ഒന്ന് ഞാനാണ് അർജുനൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഒന്ന് കൈ കൊടുക്കണ്ടേ, എന്നാലല്ലേ ഒരു ഒന്ന് മിണ്ടിയാലല്ലേ നമുക്കൊരു ഐസ് ബ്രേക്ക്. അതെ അതെ, അങ്ങനെയാണ്. പക്ഷെ ഇന്ന് സമയം കിട്ടുന്നില്ല, അതിനൊരു അവസരവും കിട്ടിയിട്ടില്ല. എന്നെ നേരത്തെ കോസ്റ്റ്യൂം ചെയ്ത് ഞാൻ അവിടെ ഒരു തേങ്ങ പൊതിക്കുന്ന സീനായിരുന്നു കമ്പി പാറയിൽ. ഞാൻ ഈ തേങ്ങ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കമ്പിപ്പാരുടെ മുമ്പിൽ ഇന്ദ്രൻ ചേട്ടൻ വരാൻ വേണ്ടിട്ട്. അപ്പോൾ മൂപ്പര് ഡ്രസ്സൊക്കെ ചെയ്ത് കറക്റ്റ് മറ്റേ അവിടെ നമ്മുടെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഭീമേട്ടനായിട്ട് വന്നിട്ട് ഇനി സംസാരിക്കാലോ എന്ന് പറഞ്ഞു. ക്യാമറ ഷോട്ടൊക്കെ റെഡി ആക്കിയാണ് സംസാരിക്കാൻ പോകാലോ എന്ന് സംസാരിക്കാൻ പോകുമ്പോഴും മൂപ്പര് സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുന്നൊക്കെ തിരക്കില്ല. അപ്പോഴാണ് സ്ക്രിപ്റ്റ് വായിക്കുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന തിരക്കില്ല. അപ്പൊ എപ്പോഴും എന്നെ നോക്കുന്നില്ല, എനിക്കൊന്നും അങ്ങോട്ട് മുട്ടാനും പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഭയങ്കര ടെൻഷനായി, ഈശ്വര ഇത് എങ്ങനെയാണ് പിന്നെ ഡയറക്റ്റ് ഷോട്ടിലാണോ നമ്മൾ പരിചയപ്പെടുന്നത്, അതിന് മുന്നേ പരിചയപ്പെടാൻ പറ്റൂലേ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഷോട്ട് റെഡി എന്ന് വിളിച്ച് പിന്നെ ഓക്കെ ഇനി എല്ലാം വരുന്ന പോലെ കാണാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ തേങ്ങ പിടിച്ച് പൊതിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ മുമ്പിലേക്ക് വന്ന്, ഞാൻ കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലോ, ഇന്ദ്രൻ ചേട്ടൻ കുറച്ച് ചെറുതാ. അപ്പൊ എന്നെ ഇങ്ങനെയാണ് നോക്കുന്നത്, ഇങ്ങനെ നോക്കിയിട്ട് അപ്പൊ അപ്പോഴും സംസാരിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി പോകുന്ന പറയുമ്പോ സംസാരിച്ചില്ല. എന്നെ ഇങ്ങനെ വന്ന് ഒന്നും ഇതൊന്നുമില്ല, ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു സാധനമൊന്നുമല്ല. അടുത്ത് വന്ന് എന്നൊന്നിങ്ങനെ നോക്കി ഷോൾഡറിൽ 2 തട്ട് വന്നു. ആ തട്ട് കിട്ടിയിട്ടാണ് ഞാൻ നോക്കി. എനിക്ക് അത് മതി, അത്രയും മതി. കാരണം ഒരു കണക്ഷനും ഇല്ലാതെ ശരിയായ ഇതില്ലല്ലോ. ഫസ്റ്റ് വന്ന ആ തട്ടലിൽ ഞാൻ ഓക്കെ, എനിക്കെന്തോ പെട്ടെന്ന് ഭയങ്കര കോൺഫിഡൻസ് കിട്ടി. എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെ എന്നെ നോക്കി 2 തട്ടൽ വന്നു, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞു ഓക്കെ. അത് ഭയങ്കര ഞാൻ ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. കാരണം ഒരു സിനിമയുടെ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി, ഫസ്റ്റ് ഷോട്ട് അത് ഇന്ദ്രൻ സാറിന്റെ കൂടെ. പിന്നെ ഞാൻ ആ ഗ്യാപ്പിലൊന്ന് കാല് തൊടാനൊക്കെ ഞാൻ ശ്രമിച്ചു, പക്ഷെ ഭയങ്കര അറിയാലോ ഭയങ്കര എളിമയൊക്കെയുള്ള മനുഷ്യനാണ്. പുള്ളിയുടെ ക്യാരക്ടർ ആണെങ്കിലും ഭയങ്കര രസമാണ് അല്ലേ ആ സിനിമയില്. നമ്മളൊക്കെ ഈ ഭീമൻ എന്നൊക്കെ പറയുമ്പോ, പുരാണത്തിലെ ഭീമൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സൈസൊക്കെ നമ്മളെ ജഗദീശ് എന്നൊക്കെ പറയുന്ന പോലെ 1-ാം മുഖത്തിലെ ഭീമനാണ്. 1-ാം മുഖത്തിലെ ഭീമനാണ് ഇന്ദ്രൻ സർ. രസമാണ്, നല്ല രസമായിട്ട് ചെയ്തിട്ട് അവരെ പറ്റുന്ന നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇതിലിപ്പം പ്രശാന്ത് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡിജിറ്റൽ വില്ലേജിന്റെ സിനിമ കണ്ടിട്ടാണ് ഈ ഉത്സവ രാജീവിന്റെ അടുത്തും ഫഹദ് നന്ദുവിന്റെ അടുത്തും ഈ പുള്ളി അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഇവർ ഈ സിനിമയുടെ കഥ പ്രശാന്തിന്റെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പ്രശാന്ത് ത്രൂ ആണ് ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത് ഈ സിനിമ എത്തുന്നത്. ഈ ഒരു ജഗദീഷ് ചേട്ടൻ ഇതിലേക്ക് ഇന്നാണെന്ന് അറിഞ്ഞപ്പോ എങ്ങനെയുണ്ടായിരുന്നു? ഇത് ആക്ച്വലി നമ്മളെ ഡിജിറ്റൽ വില്ലേജ് കണ്ടിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നൊരു കോൾ എന്ന് പറഞ്ഞ പ്രശാന്ത് ഏട്ടന്റെ. ആകെ പ്രശാന്ത് ഏട്ടനാണ് വിളിച്ച് നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല, എന്നെയല്ല ഡയറക്ടേഴ്സിനെ. പിന്നെ നമുക്കൊക്കെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുകയും ചെയ്തു. അപ്പൊ അത് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം പ്രശാന്ത് ഏട്ടനൊക്കെ നമ്മൾ പടം കണ്ട് ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അവര് വഴി ജഗദീശ്വരന്റെ അടുത്തൊക്കെ പോയി സംസാരിച്ചു. ജഗദീശ്വരൻ ഇന്നായെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം സഹദേവൻ എന്തായാലും ജഗദീശ്വരനെ കണ്ട്, ജഗദീശ്വരനാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ ഇവരുടെ ഡയറക്ടേഴ്സിന്റെ മനസ്സിലുള്ള പോലെ തന്നെ അങ്ങനെ ഒരു കാസ്റ്റ് കിട്ടിയപ്പോ ഭയങ്കര ഹാപ്പി. കാരണം നമ്മളിങ്ങനെ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിന്റെ ഡയലോഗ്സ് ജഗദീഷേട്ടൻ ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നതൊക്കെ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കാറുണ്ട്. അത് നല്ല രസത്തെ അങ്ങനെ സ്ക്രിപ്റ്റും വായിക്കുമ്പോഴൊക്കെ ആ ഒരു ഇത് കിട്ടാറുണ്ട്. അപ്പൊ ജഗദീഷേട്ടൻ ഇത് എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യുക എന്നുള്ള ചിന്തിക്കാറൊക്കെ ഉണ്ട്. ജഗദീഷേട്ടനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ജഗദീഷേട്ടൻ ഭയങ്കര ഒരു പ്രൊഫസർ ഫീലാണ് എനിക്ക് എപ്പോഴും. നമ്മൾ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഒരു ആധികാരികതമായിട്ടാണ് ആധികാരികത ഉണ്ടാവും എല്ലാത്തിലും. എന്തിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാലും സംസാരിക്കാൻ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും മൂപ്പർക്ക്. അപ്പൊ ആ ഒരു എപ്പോഴും ഒരു പ്രൊഫസർ ഫീലാണ്, ഒരു ഭയങ്കര റെസ്പെക്റ്റോടൊക്കെയാണ് സംസാരിക്കുക. പിന്നെ ഞാൻ കൂടുതലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ബ്രേക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ പഴയ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഇവരുടെയൊക്കെ കുറെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, പഴയ കുറെ അനുഭവങ്ങൾ, അതൊക്കെ ചോദിക്കാനാണ് ഞാൻ കൂടുതലും ടൈം കണ്ടെത്താറ്. നിങ്ങളെ സെറ്റിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു ഫൺ ഇൻസിഡന്റ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? സെറ്റില് കുറെ ഫൺ ഇൻസിഡന്റ് ഒക്കെ ഉണ്ട്, പലതും പറയാൻ പറ്റൂല. കുറെ രസമാണ് കേട്ടോ. അതായത് എന്താ പറയാ, ഇന്ദ്രൻ സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിയുടെ സ്വഭാവമാണ്. നമ്മളെ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വന്ന് ഞോണ്ടിട്ടൊക്കെ ഓടിക്കളയൊക്കെ ചെയ്യും. എന്റെ തൂണിന്റെ മറവന്ന് ഇങ്ങനെ എത്തി നോക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു കുഞ്ഞു കുട്ടിയുടെ കളി, അങ്ങനെയൊക്കെയാണ് നമ്മള്. രസമാണ്. പിന്നെ നമ്മളിപ്പോ ഒരു സീൻ ചെയ്യുമ്പോൾ തന്നെ ഇവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒക്കെയാണ് തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ്. നിർദ്ദേശങ്ങൾ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കും.
അപ്പോൾ പിന്നെ ഒരു ക്യാരക്ടർ ഫ്രെയിമിനകത്ത് വരുന്ന രീതിയിൽ അവർ ചില സജഷൻസ് ഒക്കെ തരാറൊക്കെ ഉണ്ട്, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറയാറൊക്കെ ഉണ്ട്. തമ്മിൽ ഇങ്ങനെ എൻകറേജ് ചെയ്യും. കാരണം ഇവരെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു പുതിയ ആളാണെന്നുള്ള രീതിയിൽ അവർക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഭയങ്കര കംഫർട്ട് ആക്കിയത്. ഇപ്പോൾ പ്രശാന്ത് ഏട്ടനാണെങ്കിലും നമ്മളെ ഭയങ്കര കംഫർട്ടാക്കി. പിന്നെ ഇന്ദ്രൻ സാറിനാണെങ്കിലും ജഗദീഷ് ചേട്ടനാണെങ്കിലും ഭയങ്കര ഒരു കൂളാക്കിയിട്ടൊക്കെ ആയിരുന്നു. പ്രശാന്ത് ഏട്ടൻ നമ്മളെ ഇവിടെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയി ഷൂട്ടില്ലാത്ത സമയത്തൊക്കെ ഓരോ സ്ഥലങ്ങൾ. നമ്മൾ ദിലീപേട്ടന്റെ ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ട്. പ്രിൻസ് ആൻഡ് ജോയിന്റെ നമ്മുടെ പിറവത്താണ് നമ്മുടെ പടത്തിന്റെ ഷൂട്ട്. അവിടെ നിന്ന് ഒരു 40 മിനിറ്റ് സഞ്ചരിക്കാനുണ്ട്. പുത്തൻകുരിശൂർ എന്ന സ്ഥലത്ത് അവിടെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ദിലീപേട്ടനെ കണ്ടു, ക്യാരവാനിലിരുന്ന് സംസാരിച്ചു. പ്രശാന്ത് ഏട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും. പിന്നെ വലിയ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകും. അങ്ങനെ നമ്മളെ കൂളാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോ എന്താ തോന്നിയത്? ഇതെനിക്ക് ഫീൽ ചെയ്തത് ഒരു നമ്മളൊക്കെ കണ്ട് മറന്നിട്ടുള്ള കുറെ, അങ്ങനെയല്ല കണ്ട് മറന്ന് പഴയതെന്ന് അല്ല, ഈ 90s വൈബിളിലെ കുറച്ച് സിനിമകൾ ഉണ്ടല്ലോ, പഴയ രാജസേനൻ മൂവീസ്, മേലെ പറമ്പിലെ ആൺവീട്, പിന്നെ പ്രിയദർശൻ സാറിന്റെ മിഥുനം, അങ്ങനെയുള്ള കുറെ ഫാമിലി മൂവി ഇല്ലേ 90s വൈബ് അടിക്കുന്ന സിനിമകൾ. എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് ഉണ്ടായിരുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് കുറെ ആയി അങ്ങനെയുള്ള ഒരു സിനിമ, ആ ഒരു ട്രെൻഡൊക്കെ പോയി കുറെ ആയി വന്നിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു സിനിമ അത് കാണാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി ഇങ്ങനെ ഒരു സിനിമ കാണണം. കാരണം നമുക്കൊരു വിന്റേജ് ജഗദീഷ് ചേട്ടൻ, വിന്റേജ് ഇന്ദ്രൻ സാറിനെയൊക്കെ കാണാൻ പറ്റും. ആ ഒരു ഫാമിലി വഴക്ക്, കുശുമ്പ് കുന്നായ്മകള്, പിന്നെ കലഹം, ആ ഒരു ബോണ്ടിങ്, സ്നേഹം, ഇമോഷൻ എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞു ഫാമിലി പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് നമ്മുടെ ഓഡിയൻസിന് അതൊരു നൊസ്റ്റാൾജിക് ഫീൽ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ ഞാനൊരു സാധാരണ പ്രേക്ഷകനായിട്ടാണ് സ്ക്രിപ്റ്റ് വായിച്ചത്. അപ്പൊ എനിക്ക് ആ ഒരു നൊസ്റ്റാൾജി കിട്ടുന്നുണ്ട്. അതേപോലെ ഫാമിലി ഓഡിയൻസിന് അത് കിട്ടുമായിരിക്കും എന്നുള്ളൊരു ജഡ്ജ്മെന്റിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആക്ടിങ്ങിലേക്ക് എങ്ങനെയാണ് വരുന്നത് ശരിക്കും? ആക്ടിങ്ങിൽ ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. സ്കിറ്റ്, നാടകങ്ങൾ, മോണോ ആക്ട് ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് MSc കഴിഞ്ഞത്. അവിടെ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് മോണോ ആക്ട് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിരുന്നു ഞാൻ. പിന്നെ തിയേറ്റർ സ്കിറ്റൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ പോകാറൊക്കെ ഉണ്ട്. സ്കിറ്റും മൈമും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ പോകാറൊക്കെ ഉണ്ട്. അപ്പൊ അഭിനയം ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ സിനിമയുടെ ആഗ്രഹം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ തിയേറ്ററിലൊക്കെ പോകുമായിരുന്നു. അച്ഛൻ എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയി സിനിമയെ കാണിക്കുമായിരുന്നു. ഈ ദേവദൂതനൊക്കെ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, റീ റിലീസിലല്ല, അതിന് മുന്നേ. പഴയ ദേവദൂതനൊക്കെ തിയേറ്ററിൽ കണ്ട ഓർമ്മയൊക്കെ ഉണ്ട് എനിക്ക്. അച്ഛൻ മാറി വരുന്ന എല്ലാ സിനിമകളും കാണാറുണ്ട് പണ്ട് മുതലേ. അപ്പൊ ഫാമിലി അതിന് ശേഷം കുറച്ച് കുറഞ്ഞു. എന്നാൽ പോലും എന്നെയൊക്കെ അച്ഛൻ കുറെ സിനിമകളൊക്കെ കൂട്ടി കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തിയേറ്ററിനുള്ളിൽ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് മുതലേ. അത് നമ്മുടെ ഒരു ഇരുട്ടും സ്ക്രീനിൽ തെളിയുന്ന വെളിച്ചവും അതൊക്കെ ഭയങ്കരമായിട്ട് എന്നെ എന്താ പറയണ്ടേ ഒരു ഗൂസ് ബംപ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാർ വന്ന് പെർഫോം ചെയ്യുന്ന, എല്ലാവരും കൈയടിക്കുന്നു, ഹീറോയിസും കാണുന്നു, ഭയങ്കര ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ ഞാൻ തന്നെ പോകാൻ തുടങ്ങി സിനിമകൾ. വീട്ടിൽ നിന്ന് ഒരു സമയത്ത് എന്റെ സിനിമ കാണേണ്ട എണ്ണം കൂടിയിട്ട് ഭയങ്കര വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ആയി. പിന്നെ അവരൊന്നും അറിയാതെ പോകാൻ തുടങ്ങി. ഇഷ്ടംപോലെ സിനിമകളൊക്കെ കാണും. ഈ സിനിമയിലേക്കാണ് ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോ വീട്ടുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല എതിർപ്പുണ്ടായിരുന്നു. അല്ല അവര് വിചാരിച്ച് അങ്ങനെയല്ല, അവർക്ക് സിനിമയിൽ പോകുന്നതിലോ ഞാൻ സിനിമ നടനാവുന്നതിലുള്ള വിരോധം കൊണ്ടൊന്നല്ല, അവർക്ക് ഒരു ഫ്യൂച്ചറിലുള്ള ഒരു പേടി. സിനിമ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു നമുക്കൊക്കെ പറ്റുമോ, അതായത് ഇതിന് എത്തുമോ, സമയം ഇങ്ങനെ കളയോ, ഫ്യൂച്ചറൊക്കെ ആലോചിച്ചിട്ട് അച്ഛനമ്മമാർക്കൊരു സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ, ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആവുമ്പോൾ ഫൈനാൻഷ്യലി ഒന്നും അത്ര സെറ്റപ്പ് ആവാതെ ഇരിക്കുമ്പോഴൊക്കെയുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെതായിട്ടുള്ള ഒരു വൈമുഖത അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും ഫസ്റ്റ് സിനിമ സംഭവിച്ചപ്പോൾ ഉള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഡിജിറ്റൽ വില്ലേജ് ഒരു നല്ലൊരു സിനിമയാണ്, പക്ഷെ അതൊരു തിയേറ്റർ ഹിറ്റ് ഒന്നുമല്ല. OTT-യിൽ അത്യാവശ്യം നല്ലൊരു സാമാന്യം ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ കിട്ടിയ ഒരു സിനിമയാണ്. OTT-യിൽ എത്തിയതിനു ശേഷമാണ് അത്യാവശ്യം ആൾക്കാർ കണ്ടത്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എന്റെ ഫസ്റ്റ് സിനിമയാണ്. ഞാനൊരു നായകനായിട്ട് അല്ലെങ്കിൽ 3 നായകന്മാരിൽ ഒരാളായിട്ട് തിയേറ്ററിൽ സ്ക്രീനിൽ ത്രൂ ഔട്ട് കണ്ട ഒരു സിനിമയാണ്. അപ്പൊ അതിനോട് എനിക്ക് അതിന്റെ ഒരു സ്പെഷ്യൽ, എന്റെ എന്നും ഞാൻ ഒരു സ്പെഷ്യലാണ് എനിക്ക് ഡിജിറ്റൽ വില്ലേജ് എന്ന് പറയുന്ന സിനിമ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. അതിലൊരു സോൾ ഉണ്ട് ആ കഥയിൽ. അതില് കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ആ ഫസ്റ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ അതിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് ആ ഒരു സിനിമ എപ്പോഴും സ്പെഷ്യലാണ്. കാരണം ഡിജിറ്റൽ വില്ലേജ് കാരണമാണ് എനിക്ക് ബാക്കിയൊക്കെ വന്ന് ചേരുന്നത്. ഐ മീൻ ഞാൻ ട്രാക്കിലേക്ക് കയറി വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരു തുടക്കൂട്ട് ഡിജിറ്റൽ വില്ലേജാണ്. അപ്പൊ ആ രീതിയിൽ ആ സിനിമ എന്നും സ്പെഷ്യലാണ് എനിക്ക്. ഡിജിറ്റൽ വില്ലേജിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് അത് പ്രൊമോഷൻ ചെയ്തത് നിങ്ങൾ കാൽനടയായിട്ട് കാസർഗോഡ് ടു
എറണാകുളം വരെ ഇതിനൊരു പ്രത്യേകം അറിയോ, ഡിജിറ്റൽ വില്ലേജ് നമ്മുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് റിയൽ ലൈഫിൽ. ഇപ്പോൾ ഉത്സവിന്റെയും ഫഹദിന്റെയും ഡയറക്ടേഴ്സിന്റെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഹാഫ് വരെയുള്ള ജേർണി ഉണ്ടല്ലോ, സ്റ്റോറി ലൈൻ, അത് ഉത്സവിന്റെയും ഫഹദിന്റെയും ജീവിതത്തിൽ നടന്നിട്ടുള്ള കഥയാണ്. അവർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പല സംഭവങ്ങളും ചേർത്തിട്ടാണ് ആ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഹാഫ്. ഇതിന്റെ സെക്കൻഡ് ഹാഫ് അവർ എഴുതിയതാണ്. പക്ഷെ സിനിമ റിലീസ് ആയതിനു ശേഷം അതിലെ സെക്കൻഡ് ഹാഫ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. ഐ മീൻ റിലീസ് ആയതിനു ശേഷമല്ല, റിലീസിന് മുന്നേ പ്രൊമോഷന്റെ സമയത്ത് അതിലെ സെക്കൻഡ് ഹാഫ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു റിയൽ ആയിട്ട്. കാരണം സിനിമയിൽ ഒരു പോയിന്റിൽ ഡിജിറ്റൽ വില്ലേജിൽ ഒരു പടം ഉണ്ടാക്കി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ആളില്ല, എത്തിക്കാൻ ആളില്ല എന്നൊക്കെ ഒരു ഘട്ടം വരുമ്പോൾ അതിലെ ഗോകുലനും പ്രശാന്തനും വിഷ്ണു ഒക്കെ ഇറങ്ങി ആൾക്കാരുടെ അടുത്ത് പോയി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ആ ഒരു എലമെന്റ് ആണ് നമ്മൾ, അത് ഇന്റൻഷനലി മാർക്കറ്റിംഗിന് ഒരു സ്ട്രാറ്റജി ആയിട്ട് ചെയ്തതല്ല. കാരണം പുതിയ പടമായതുകൊണ്ടും പുതുമുഖങ്ങളായതുകൊണ്ടും ഒരു മീഡിയ അറ്റൻഷൻ നമുക്ക് കിട്ടുന്നില്ല. പ്രൊഡക്ഷൻ അത്ര വലിയൊരു പ്രൊഡക്ഷന്റെ ഭാഗത്തൊന്നും ഇല്ല. നമുക്ക് സിനിമ എങ്ങനെയെങ്കിലും ആൾക്കാരെ അറിയിക്കണം, അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ സിനിമയാണ്. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഒരു രാത്രി ഞാനും ഉത്സവം കൂടെ തീരുമാനിക്കുകയാണ് ഫോണിൽ, ഏടാ നമുക്ക് ഇറങ്ങി നടക്കാം. അങ്ങനെ ഇറങ്ങി നടന്ന് പോകും, ന്യൂസായി ഓട്ടോമാറ്റിക്കലി. നമ്മൾ ഒരു ഇന്റൻഷനലി നമുക്ക് അത്യാവശ്യം പ്രൊമോഷൻ ഇങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ല. ഇത് ഫസ്റ്റ് പടമായതുകൊണ്ടും ഇത് കുറച്ച് ആൾക്കാർ ആ സിനിമ ഒരു ക്വാളിറ്റി സിനിമയാണെന്നുള്ളൊരു കുറച്ച് ബോധ്യം നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ എന്തായാലും അറിയണം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ റിസ്ക് എടുത്ത് ഇറങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രം വരെയൊക്കെ നടക്കുമായിരുന്നു, അങ്ങനെയാണ് പ്ലാൻ ഉണ്ടായത്. പക്ഷേ ഈ ഐഡിയ തോന്നാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് നടന്നെത്താൻ അത്രേ പറ്റുള്ളൂ, എറണാകുളം വരെ പറ്റുള്ളൂ. അതുകൊണ്ട് എറണാകുളം വരെ നടക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. കാരണം ട്രിവാൻഡ്രം വരെ നടക്കുമ്പോഴേക്കൊക്കെ പടം റിലീസായി അങ്ങ് എത്തും. അതുകൊണ്ട് അത് പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മള് നടന്നതാ. അപ്പൊ ഏകദേശം നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കുറെ ആൾക്കാർ ഇവന്മാർക്ക് എന്താ പ്രാന്താണ്, പടം എടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്നത്. എന്തൊക്കെ മീഡിയ ഉണ്ട് ഇപ്പൊ എന്താ പ്രൊമോട്ട് ചെയ്യാന്നൊക്കെ കുറെ പേര് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ എന്താ, പിന്നെ ചിലവർ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഇത് ഭയങ്കര വൈറൽ കണ്ടന്റ് ആക്കാൻ വേണ്ടി, ഫേമസ് ആവാൻ വേണ്ടിയിട്ടൊക്കെ വലിയ, കാരണം വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോകുന്നതെന്നൊക്കെ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ചിലവർ നല്ല സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എഫേർട്ട് തിരിച്ചറിഞ്ഞ് കണ്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ കുറെ റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ നമ്മൾ ശരിക്കും വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മലയാള സിനിമയിൽ മലമറിക്കണം, നമ്മൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പടം സക്സസ് ആക്കണം അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. പടം ഒരു 4 ആൾക്കാരെ അറിയിക്കുക. കാരണം നമ്മുടെ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്, ഒന്നും അറിയപ്പെടാതെ ഈ സിനിമ പോകരുത് എന്നുള്ളൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് കുറച്ച് പേരെങ്കിലും ഈ സിനിമ അറിയണം എന്നുള്ള വേറെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല നമുക്ക്. അങ്ങനെ മാത്രം ചിന്തിച്ചിട്ട് ഇറങ്ങിയതാണ്. അതിങ്ങനെ നടന്ന് കണ്ണൂരൊക്കെ കഴിയുമ്പോൾ കോഴിക്കോടൊക്കെ എത്താറാകുമ്പോഴേക്ക് അത്യാവശ്യം മീഡിയ വന്നു. പിന്നെ 24 ന്യൂസ്, മാതൃഭൂമി, അങ്ങനെ ആൾക്കാരൊക്കെ നമുക്ക് ചുറ്റും കൂടാൻ തുടങ്ങി. നമ്മുടെ അടുത്ത് നിന്ന് ബൈറ്റ് എടുക്കാൻ തുടങ്ങി. അതൊക്കെ അത്യാവശ്യം ഇതിലേക്ക് വന്നു, കുറച്ച് ആൾക്കാർ അറിയാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടി. സിനിമയുടെ റിലീസൊക്കെ ആകുമ്പോഴേക്കും ആഫ്റ്റർ റിലീസ് ആണെങ്കിലും കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ വന്നു. കുറച്ച് ഡിജിറ്റൽ വില്ലേജ് എന്നുള്ള പേര് കുറച്ച് ആൾക്കാർ കേട്ട് അറിയാൻ തുടങ്ങി. ക്യാച്ചിങ് ആയത് ഇതിന് ഈ നമ്മളടുത്ത് ഈ ഡിസിഷൻ അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്ന മീഡിയ കവറേജും ആ ഒരു അറ്റൻഷനൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ആ ഒരു എഫേർട്ട് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ അതിലൊരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ അന്ന് അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആരും അറിയപ്പെടാതെ ഈ സിനിമയും പോവുമായിരുന്നു. അങ്ങനെ സാധാരണ ഒരു പടമായിട്ട് പോവുമായിരുന്നു. എനിക്കിത് നമ്മൾ ആ അറ്റൻഷൻ കിട്ടി, കുറച്ച് ആൾക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആമസോൺ പ്രൈം പോലുള്ള ഒരു OTT പ്ലാറ്റ്ഫോമിൽ ആ പടം പോയത്. ഇപ്പൊ 2 മനോരമ മാക്സിലും ഉണ്ട്, ആമസോൺ പ്രൈമിലും ഉണ്ട്. പരിവാറിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ മ്യൂസിക് ഭയങ്കര നല്ല മ്യൂസിക്കാണ് ബിജിബാൽ ചെയ്തത് അല്ലേ? അതെ, ഞാൻ എനിക്ക് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് എന്താണെന്നറിയില്ല. എൻ്റെ ഏറ്റവും ഞാൻ അഭിനയിച്ചുകൊണ്ട് മാത്രമല്ല, നല്ല പാട്ടാണത്. എനിക്ക് ആ പാട്ട് ഞാൻ ഫസ്റ്റ് കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ബിജുബാൽ സാറിന്റെ പ്രത്യേകിച്ച് പറയാനുള്ളല്ലോ, സന്തോഷ് വർമ്മ സാറിന്റെ വരികൾ. അപ്പൊ അതില് എന്നെ പോലെ എടുത്ത ഒരു കയറി വരുന്ന ഒരാൾക്ക് അതിൽ അഭിനയിക്കാൻ പറ്റി. കാരണം ആ പാട്ട് എന്നിലൂടെ അല്ലേ എന്നെ കാണാൻ പോകുന്ന ആൾക്കാർ. കാരണം ആ പാട്ട് വീഡിയോ സോങ്ങിൽ ആരാ അഭിനയിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാനും അവളും ഭാഗ്യമാണ്. അപ്പൊ അതൊരു ബ്ലെസ്സിങ് ആണ്. എന്നെ സംബന്ധിച്ചുള്ള അത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പ്രൊമോഷൻ പോയ സമയത്താണെങ്കിൽ ബിജു സാറിന്റെ, സന്തോഷ് വർമ്മ സാറിനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെയായിരുന്നു. ഞാൻ അവരോട് വളരെ കുറെ താങ്ക്സ് പറഞ്ഞു ഞാൻ. കാരണം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്കത് മനസ്സിലായി. എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയും ഓവർവെൽംഡ് ആയിരുന്നു ഞാൻ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സിനിമ ഇപ്പൊ പരിവാറിനുള്ള പേരിന് മുമ്പ് ആദ്യം പാണ്ഡവ ലഹള എന്നുള്ള പേരായിരുന്നല്ലേ ആദ്യം പൂജയ്ക്കൊക്കെ ഉണ്ടായിരുന്നത്? പിന്നീട് എങ്ങനെ പരിവാർ എന്നുള്ള പേരിലേക്ക് മാറ്റിയത്? അത് പാണ്ഡവ ലഹള എന്നുള്ള പേരിലായിരുന്നു ആദ്യം ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ പ്രൊഡക്ഷനൊക്കെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് പരിവാർ എന്നാണ് പേരിലേക്ക് മാറിയത്. കാരണം ആ പേര് കുറച്ചും കൂടെ ആപ്റ്റ് ആണ് സിനിമക്ക്. പാണ്ഡവ ലഹള എന്ന് പറയുമ്പോൾ ശരിക്കും ഈ പാണ്ഡവ സഹോദരങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകും.
അവരുടെ ഒരു ലഹള, ശരിക്കും അവരുടെ ലഹള തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടെ, അതായത് പാണ്ഡവ ലഹള, ശിപ്പായി ലഹള, ടർക്കിഷ് അങ്ങനെയുള്ള കുറെ പേരുകൾ, ലഹളയുടെ കുറെ പേരുകൾ ഉണ്ടല്ലോ. അപ്പൊ ഒരു ലഹള ആ ഒരു രീതിയിൽ പെടുത്തണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെറൈറ്റി നെയിം നോക്കിയതാണ് പരിവാർ. അതായത് പരി എന്ന് മലയാളത്തിൽ, അതിലൊരു വാർ ഉണ്ട് ഇംഗ്ലീഷ്. അത് കുറച്ചും കൂടെ ഒരു സിമ്പിൾ നെയിമാണ്, കുറച്ചും കൂടെ ആപ്റ്റ് ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ആ പേര് മാറ്റിയത്. അങ്ങനെ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ പോയിട്ടുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നുണ്ട്. ഞാൻ സീസൺ 1 സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരു ചിരി പമ്പർച്ചിരിയിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയി. അതായത് ഞാൻ മാത്രമല്ല, നമ്മുടെ ടീമും ഉണ്ടായിരുന്നു. പരിവാറിന്റെ ഒരു പ്രൊമോഷൻ പോയി. അതിപ്പോ ഇന്നലെയൊക്കെ ടെലികാസ്റ്റ് ആയിരുന്നു. അതൊരു ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു TV ഷോ ആണ് ഒരു ചിരി ബമ്പർച്ചിരി മഴവിൽ മനോരമയിൽ. ആദ്യം സ്കിറ്റിനായത് പോയി. അതൊരു കോമഡി ആയിരുന്നു കേട്ടോ കഥ. ആദ്യം ഒരു സ്കിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. സ്കിറ്റ് അവിടെ വർക്കായില്ല. അപ്പൊ അവിടുത്തെ ഒരു രീതി എന്ന് വെച്ചാൽ, നമ്മളെ മഞ്ജു ചേച്ചി, നസീർക്ക, മറ്റേ സാബു ചേട്ടൻ, 3 ആൾക്കാർ ഇരിക്കും സീസൺ 1. അപ്പൊ ഒരാൾ ബസർ അടിച്ചു കഴിഞ്ഞാൽ 5000, 2 ബസർ അടിച്ചു കഴിഞ്ഞാൽ 15, 3 അടിച്ചു കഴിഞ്ഞാൽ 50000. അപ്പൊ അങ്ങനെ സ്കിറ്റ് ചെയ്തു. ഒരാളും ബസർ അടിച്ചിട്ടില്ല. ആരും ബസർ അടിച്ചിട്ടില്ലെങ്കിൽ മുകളിൽ നിന്നൊരു സ്ലൈം, ഒരു കളർ വെള്ളം ഇങ്ങനെ വീഴും. അപ്പൊ അങ്ങനെ കുറെ പേർക്ക് അവിടെ സ്ലൈം വീണിട്ടുണ്ട്. പിന്നെ അവരൊക്കെ പേടിച്ച് പോയി, നാണക്കേടായിട്ട് പോയി. പിന്നെ തിരിച്ചു വന്നിട്ടൊന്നുമില്ല. അതേപോലെ എന്റെ തലയിലും ഫസ്റ്റ് പെർഫോമൻസിൽ ഒന്നും ആരും ചിരിച്ചിട്ടുമില്ല. തലയിൽ സ്ലൈം, ഒരു പച്ച കളർ സ്ലൈം വെള്ളം വീണ് ഫുള്ള് അഴിഞ്ഞിട്ടാണ് പോയത് അവിടെ നിന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇപ്പൊ പല ആൾക്കാരും അവിടെ സ്ലൈം വീണിട്ട് പേടികൊണ്ട് രണ്ടാമത് പോയിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, പോയാൽ ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് ഞാൻ ഇങ്ങനെ പരാജയപ്പെട്ട് പിന്മാറേണ്ടി വരിക. എനിക്ക് അതാണോ വേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഒരിക്കലും ബാക്കോട്ട് പോവാൻ, അങ്ങനൊരു, അതായത് പിന്മാറി പോകാനുള്ള ഒരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും നാണം കിട്ടും. ഇനി പറ്റിക്കഴിഞ്ഞാൽ പോയി അവിടെ ഒരു ബസറങ്ങ് അടുപ്പിച്ച് ഒരു പൈസക്ക് വേണ്ടിയല്ല, എന്നാലും വിജയിക്കണം എന്നുള്ളൊരു സാധനത്തില് ആ ഒരു ഇന്റൻഷൻ ഇങ്ങനെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ പോയി, വീണ്ടും പോയി, തിരിച്ചു പോയി ബമ്പർ അടിച്ചു. കാരണം അവിടെ ബമ്പർശ്ശേരിന്റെ ഒരു ഹിസ്റ്ററിയിൽ ആ സമയത്ത് അതുവരെ സ്ലൈം വീണ് തിരിച്ചു പോയി ബമ്പർ അടിച്ച ആൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. അവരതിനെ ഒരു ഹിസ്റ്റോറിക് ബമ്പർ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ വന്ന് സ്ലൈം വീണ് പോകുന്നിടത്തൊക്കെ ഇവർ എന്റെ പേര് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവര് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം അവിടെ ആരും സ്ലൈം വീണിട്ട് പിന്നെ തിരിച്ചു പോയിട്ടില്ല. ഞാൻ മാത്രമാണ് തിരിച്ചു പോയി ബമ്പർ അടിച്ചത്. അത് അവർക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സും ആയിരുന്നു. പിന്നെ എനിക്ക് സ്റ്റാൻഡിങ് ഒവേഷനൊക്കെ കിട്ടിയിരുന്നു. അത് സ്റ്റാൻഡിങ് ഒവേഷനൊക്കെ ഞാൻ അത്രയൊക്കെ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ തന്നെ ചിന്തിച്ചു പോയി. കാര്യം രണ്ടാമത് ഞാൻ പോയി സ്റ്റാൻഡപ്പ് കോമഡിക്കാണ്. ആദ്യം സ്കിറ്റിലായിരുന്നു, പിന്നെ രണ്ടാമത് ഞാൻ ഒറ്റയ്ക്ക്. അവൻ രാജേഷ് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു, അവനായിരുന്നു ആദ്യം. അവൻ രണ്ടാമത് വന്നില്ല. ഞാൻ പോയി സ്റ്റാൻഡപ്പിന് പോയി ബമ്പർ അടിച്ചു. പിന്നെ വീണ്ടും പോയി ബമ്പർ അടിച്ചു. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ പിന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോൾ വീണ്ടും നായകനായ സിനിമയിൽ പോയി ഗസ്റ്റായിട്ട് പോയിരുന്നത്. കാരണം ആ ഒരു ജേണി എനിക്ക് അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു മിനിയാണ്. കാരണം ആദ്യം പോയി സ്ലൈം വീണു, പിന്നെ തിരിച്ചു പോയി ബമ്പർ അടിച്ചു, ഇപ്പോൾ അവിടെ ഗസ്റ്റ് സീറ്റിൽ പോയി ഇരിക്കാൻ പറ്റി. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇപ്പൊ സിനിമയിലേക്ക് ട്രൈ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായല്ലോ, അന്ന് എന്തെങ്കിലും ഇതുപോലെ മറ്റുള്ളവർ നോക്കി കാണുമ്പോൾ വെറുതെ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല വരിക. അപ്പൊ എന്തെങ്കിലും പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? പഴി കേട്ടിട്ടുണ്ട്. നമ്മൾ എന്താണെന്നറിയോ, ഒന്നിക്കലും നമുക്ക് നല്ല ബാക്ക് സപ്പോർട്ട് വേണം സിനിമയിലേക്ക് പോവാൻ. ഫാമിലി ആണെങ്കിൽ എല്ലാവരും മനസ്സിലാക്കി കൂടെ നിൽക്കണം. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. പക്ഷെ ഇതില്ല, നമ്മുടെ സ്വന്തം ആഗ്രഹത്തിന്റെ പുറത്താണ് ഇതുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രഗിളാണ്. പല ആൾക്കാരെയും വെറുപ്പിക്കേണ്ടി വരും, പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും. അങ്ങനെ പലതും നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരാളും കൂടെയാണ് ഞാൻ. കാരണം അത് നഷ്ടപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇങ്ങനെ വീണ്ടും ട്രൈ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ കുറെ സ്ട്രഗിൾ, ആദ്യമൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാവും. ആദ്യമൊന്നല്ല, പല തവണ പൊട്ടി പോയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആവുന്ന ഒരു അവസ്ഥ. ഞാൻ പറയണ്ടല്ലോ, കുറെ പ്രഷറും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ സ്റ്റിൽ നമ്മൾ സർവൈവ് ചെയ്ത് പോകാൻ വേണമെന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് പിന്നെ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ്. ഇപ്പൊ പരിവാർ വരെ എത്തിയത് നല്ല സ്ട്രഗിളിലൂടെ തന്നെയാണ്. ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിവാർ ഇറങ്ങി, ഇപ്പൊ അടുത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണമല്ലോ. ഈ ഡിജിറ്റൽ വില്ലേജ് ആയിരുന്നു ആദ്യം ആയിട്ട് പോകുന്ന ഓഡിഷൻ? അല്ല, ഓഡീഷൻസിന് കുറെ പോയിട്ടുണ്ട്. കുറെ ഓഡീഷൻ പോയിട്ടുണ്ട്. അവര് പല ആൾക്കാരും വിളിക്കാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ പലതും പിന്നെ പ്രഹസനമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക് ഓഡീഷൻസ് പലതും.
ഓഡിഷൻ എന്തെങ്കിലും ഒരു മോശം അങ്ങനെ അനുഭവം? മോശം അനുഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ചില ഓഡീഷൻസ് കാണുമ്പോൾ മനസ്സിലാവും ഇത് വെറുതെ കാരണം ഓപ്പൺ ഓഡീഷനൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാർ വരും, അവരെ ഗ്രൂപ്പായിട്ടൊക്കെ ഓരോ സാധനങ്ങൾ കൊടുത്തിട്ട് ഓരോ 4 ഗ്രൂപ്പാക്കി 4 സൈഡിൽ നിന്ന് ചെയ്യിപ്പിച്ച് വിടും. അങ്ങനെ കാണുമ്പോൾ നമ്മുടെ ടൈം വേസ്റ്റും ആണ്, ഒരു മടുപ്പ് പിടിക്കും സ്വാഭാവികമായിട്ടും. അങ്ങനെ കുറേ ഒരു മടുപ്പ് പിടിച്ച് കുറേ കാലം ഞാൻ ഓഡീഷന് പോകില്ലായിരുന്നു. അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ പോയ ഓഡീഷനാണ് ഡിജിറ്റൽ വില്ലേജിൻ്റെ. അവരൊരു കൺസിഡറേഷൻ കിട്ടി നമുക്ക്. കാരണം നമ്മളെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അവർ കുറേ സാധനങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്നത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ നമ്മളെ അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ജെന്യുവിൻ ആണെന്നുള്ള ഫീൽ കിട്ടി. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് മനസ്സിലായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി, നമ്മളൊരു നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റി. അത് അവർക്ക് വർക്കായി. അവർ 3-ാമത്തെ ദിവസം തന്നെ വിളിച്ചു, ക്യാമ്പിന് വരണം എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെറിയ ക്യാരക്ടർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുള്ളൂ. അങ്ങനെ ക്യാമ്പിന് പോയി 3-4 ദിവസം ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. നല്ല രസകരം. എനിക്കിതൊക്കെ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ അവൻ്റെ ക്യാമ്പൊക്കെ നല്ല അടിച്ചു പൊളിച്ചിട്ടൊക്കെ പോയി. അപ്പം 4-ാമത്തെ ദിവസം ഇവരെ ഡയറക്ടേഴ്സ് വന്നിരുന്ന കഥ ഫുള്ള് പറഞ്ഞ് കഥ കേട്ടു. ഓരോ ആൾക്കാരും ക്യാരക്ടർ പറയാൻ നിങ്ങൾ അങ്ങോട്ട് ഓരോ ആൾക്കാർ വിളിക്കുമ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്ന അതിൽ സ്ക്രിപ്റ്റ് കഥ കേട്ടുമ്പോൾ കുറേ ചെറിയ ക്യാരക്ടർ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. എന്തെങ്കിലും ക്യാരക്ടർ കിട്ടും, ഇതൊരു തുടക്കമാവട്ടെ, മുമ്പോട്ട് പോകാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് കഥ ഇഷ്ടപ്പെട്ട ഞാൻ അടുത്ത് പോയത്. ഇതേപോലെ കവി ഇപ്പം ഇരിക്കുന്ന പോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ ടേബിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിരുന്നു. കഥ ഇഷ്ടപ്പെട്ടെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ ഏത് കഥാപാത്രമാണ് ഇഷ്ടപ്പെട്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞ എല്ലാ കഥാപാത്രം ഇഷ്ടപ്പെട്ട്, കൊള്ളാം, നല്ലതാണ്. അപ്പോൾ ഋഷിയാണ് നമ്മുടെ നായകൻ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ പറ്റണ്ടേ. എനിക്ക് അവരുടെ അടുത്ത് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഞാനാണെങ്കിൽ ആകെ എന്താ പറയുക, എനിക്ക് ഫുള്ള് ഷോക്കാണ്. ഒരു 1000 വോൾട്ടിൻ്റെ ഷോക്ക് അടിച്ച പോലെയാണ്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. അപ്പം ഞാൻ റിയാക്ഷൻ കൊടുത്തു, തലയാട്ടി സന്തോഷം അവരെ കാണിച്ചു, ഒന്നും പറഞ്ഞില്ലെങ്കിലും. എന്നോട് പറഞ്ഞു ഗോകുലൻ എന്നാണ്, അറിയാലോ ഗോകുലനാണ്. ഗോകുലൻ സ്ക്രിപ്റ്റ് ഞാൻ PDF ഒക്കെ നമുക്ക് അവർ ഫോർവേഡ് ചെയ്ത് തന്നു. സ്ക്രിപ്റ്റൊക്കെ നന്നായിട്ട് വായിക്കും, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം, ഒരു ക്യാരക്ടർ സ്കെച്ചൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അപ്പം അവിടെ നിന്ന് എഴുന്നേക്കുന്ന മുമ്പിൽ തന്നെ ഗോകുലനായിട്ട് തന്നെ നടന്നോളൂ എന്ന് പറഞ്ഞു. ഗോകുലനായിട്ട് തന്നെ നടക്കുക, ഗോകുലനായിട്ട് തന്നെ സംസാരിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ പോയി കുറച്ച് സമയം ഒന്ന് മാറിയിരുന്ന് ഒന്ന് നോർമലാവാൻ കുറച്ച് സമയം എടുത്തു എനിക്ക്. അപ്പം അങ്ങനെ അതിന് ശേഷം ഞാൻ മനസ്സിലാക്കി ഇത് ഞാനാണ് ചെയ്യേണ്ടതെന്നുണ്ട്. അങ്ങനെ സ്ക്രിപ്റ്റൊക്കെ വായിച്ചു, കുറേ സംശയങ്ങളുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർ ഏകദേശം ഒരു ഐഡിയ തന്നു. പിന്നെ എൻ്റെതായ രീതിയിൽ ഞാനും വർക്ക് ചെയ്തു. പരിവാറിൽ ഇപ്പോൾ പറയുന്ന പോലെ ജോഡിയായിട്ട് വന്ന ഭാഗ്യം, നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഭയങ്കര രസമായിരുന്നു ആ പാട്ടിൽ കാണാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കെമിസ്ട്രി? നമ്മള് ഷൂട്ടിന്റെ സമയത്ത് ഉടനീളം ഞാനും ഭാഗ്യം കേട്ടോണ്ടിരുന്ന ഒരൊറ്റ വേർഡാണ് ഈ കെമിസ്ട്രി. ഇപ്പൊ ഡയറക്ടേഴ്സ് ആണെങ്കിൽ നമ്മളോട് കെമിസ്ട്രി എന്നാണ് എപ്പോഴും പറയുക. കെമിസ്ട്രി വർക്കാക്കണം. അത് നന്നായിട്ട് ബിൽഡ് ചെയ്ത് വന്നിട്ട് അത് നമുക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അവളും അവളുടെ ക്യാരക്ടറും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കി നമ്മൾ ഡിസ്കസ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമുക്ക് നേരെ ചെയ്യാൻ പറ്റിയത്. ഏറ്റവും കൂടുതൽ ടേക്ക് പോയ സീൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, അത് സോങ് ഷൂട്ടില് ആദ്യത്തെ ദിവസം അടിപൊളിയായിരുന്നു. 2-ാമത്തെ ദിവസം അതില് സോങ്ങിലൊരു റിട്രോ സീക്വൻസ് ഇല്ലേ? റിട്രോ സീക്വൻസ് അതില് പിന്നെ നമ്മുടെ എൻ്റെ ഓൾഡിങ് കോമ്പിനേഷൻസ് ഒക്കെ ഏകദേശം ഷൂട്ട് കഴിയാറാവുമ്പോഴേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതില് റിട്രോ സീക്വൻസ് 2-ാമത്തെ ദിവസം. അപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിരുന്നു, അവർ പെട്ടെന്ന് തീർക്കണം. അപ്പൊ അതിലെനിക്ക് ഈ ഒരു ഡാൻസ് സ്റ്റെപ്പ് ഉണ്ട്, കുറച്ച് പരിപാടികൾ. അതായത് 70s ഒരു ഡാൻസ് സ്റ്റെപ്പ്, ഈ അപ്പൂപ്പൻ ഇങ്ങനെ ഓർക്കുന്നതാ. അപ്പോഴാണ് നമ്മൾ റെട്രോയിലേക്ക് പോകുന്നത്. അപ്പൊ അതിൽ ആ താഴെ ഒരു റെഡ് മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തോ പഴയ കാലത്ത് ഒരു ഷൂ ഒക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ ഇട്ട് ഇവളിങ്ങനെ ചാടി പോവും. ഞാനിങ്ങനെ ഒരു മൂൺവാക്കിന്റെ വേറൊരു വകഭേദമാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവളുടെ ചാട്ടത്തിന് ഞാൻ അങ്ങോട്ട് എത്തുന്നില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു എത്താനും പറ്റുന്നില്ല. എനിക്ക് ഈ സ്റ്റെപ്പ് ഇട്ട് 2-3 പ്രാവശ്യം ഞാനിത് ആ നല്ല ഷൂവിന്റെ ടിപ്പ് തടഞ്ഞിട്ട് വീഴാനും പോയി. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് 2-3 ടേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് സമയത്തിനുള്ളിൽ തീർക്കും വേണം. അപ്പൊ എല്ലാ സ്ഥലത്തുനിന്നും പ്രഷറായി, പിന്നെ ക്യാമറമാനും പ്രഷറായി, പിന്നെ ഡയറക്ടേഴ്സിനും പ്രഷറായി. കാരണം സമയത്തിനുള്ളിൽ തീർക്കും വേണം. അപ്പൊ എല്ലാവരും ആ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങ് മാറി, ഭയങ്കര ടെൻഷൻ അറ്റ്മോസ്ഫിയർ. പിന്നെ എല്ലാം മെക്കാനിക്കലായി, ഇതിങ്ങോട്ട് വർക്കാവുന്നില്ല. കാര്യം കുറേ ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് സെറ്റ് ആവുന്നില്ല. പിന്നെ ലാസ്റ്റ് ഒന്ന് കൂളായി കുറച്ചൊന്ന് ഒരു സമയം എടുത്ത് പിന്നെ ഒന്നും കൂടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് റെഡിയാക്കി പിന്നെയാണ് ആ ഷോട്ട് ഓക്കെ ആയി പോയത്. അപ്പൊ അന്ന് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് നല്ല വേർത്തൊരു ടൈമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അയ്യോ ഇത്രയും നന്നായിട്ട് ചെയ്തു വെച്ചിട്ട് ഈ ഭാഗം മാത്രം കൊളാവോ എന്ന് വിചാരിച്ചൊരു ഇതായിരുന്നു. പക്ഷെ വർക്കായി, നന്നായിട്ട് തന്നെ വന്നു. അത് കുറച്ച് ആ ഒരു ബ്രേക്ക് എടുത്ത് പിന്നെ വീണ്ടും ചെയ്തപ്പോൾ ഓക്കെ.
അപ്പൊ പരിവാറിലാണെങ്കിൽ ക്ലൈമാക്സിങ്ങും ഭയങ്കര രസമായിരുന്നു അല്ലേ? ഒരു താറുമാറായിട്ട് ഭയങ്കര അടിപിടി, ശരിക്കും ചവിട്ട് കിട്ടിയതാണോ അത്? ചവിട്ട് കിട്ടി. പക്ഷെ ആദ്യത്തെ റിഹേഴ്സലിൽ ഒരു ചവിട്ട് കിട്ടിയപ്പോ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു, വേദനിപ്പിച്ചില്ല. ഒറിജിനൽ ടേക്കിൽ ചവിട്ടിയിട്ടപ്പോ ഒറിജിനലായിട്ട് കിട്ടി. പിന്നെ അങ്ങനെയാണ് തെറിച്ച് വീണത്. ശരിക്കും തെറിച്ച് റോപ്പുണ്ടായിരുന്നു, പക്ഷെ എന്നാൽ പോലെ ചവിട്ട് കൊണ്ടതാ. പക്ഷെ പിന്നെ അത് എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ കോമഡി എന്താണെന്നറിയോ, ഈ തെറിച്ച് വീണല്ലോ, അപ്പൊ നമ്മുടെ ഭാഗ്യയുടെ അച്ഛൻ വന്നിട്ട്, സാബുചേട്ടൻ വന്നിട്ട് എന്റെ കാല് പിടിച്ച് വലിച്ച് അടുത്ത ഭിത്തിയിലേക്ക്, തൂണിലേക്ക് എറിയും പന്തലിന്റെ. അങ്ങനെയാണ് ആ പന്തല് പൊളിഞ്ഞ് വീഴുന്നത്. അപ്പൊ തൂണിലേക്ക് പൊളിയാൻ നേരത്ത് ഞാൻ ചരലിലേക്കല്ലേ വീണിട്ടില്ലേ, അപ്പോ റോപ്പ് വലിക്കാൻ അവിടുന്ന് മാഫിയ ശശി സാറാണ് ഫൈറ്റ് മാസ്റ്റർ. അപ്പൊ അവരുടെ കുറച്ച് അസിസ്റ്റൻസും ഉണ്ട്. ഈ റോപ്പ് ഇങ്ങനെ വലിക്കണം, കാല് പൊക്കുമ്പോൾ റോപ്പ് വലിച്ചാൽ മാത്രം ഞാൻ തിരിയുള്ളൂ, എന്നിട്ട് അങ്ങോട്ട് വലിച്ചെറിയാൻ പറ്റില്ല. അപ്പൊ 2-3 സൈഡിൽ റോപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാലിങ്ങനെ പിടിക്കുമ്പോൾ ഞാൻ പൊങ്ങണം, അതിനുശേഷം മാത്രമേ അവര് റോപ്പ് വലിക്കുള്ളൂ. അതാണ് ടൈമിങ്. കാല് പിടിക്കുന്നു, ഞാൻ പൊങ്ങുന്നു, റോപ്പ് വലിക്കുന്നു, അങ്ങനെയാണ് ടൈമിങ്. അപ്പോൾ ഞാൻ എൻ്റെ കാല് പിടിക്കുമ്പോൾ അത്രയും എളുപ്പത്തിൽ എനിക്കിത് പൊങ്ങാൻ പറ്റുന്നില്ല. ആ പൊങ്ങുന്നതിൽ കുറച്ച് ഡിലേ ആയി. ആ ഡിലേ ആവുന്നതുകൊണ്ട് ഇങ്ങനെ കാല് പിടിച്ച് ആ ഡിലേ ആവുന്നതിന് സമയത്ത് തന്നെ എന്ത് ചെയ്തു, പൊങ്ങാൻ പറ്റാതിരിക്കുമ്പോൾ തന്നെ മറ്റേ ആൾ അവിടുന്ന് റോപ്പ് വലിച്ചു. അപ്പൊ ഈ നിലത്ത് ഫുള്ള് മണ്ണല്ലേ, പുറം ഇങ്ങനെ അങ്ങനെ വരഞ്ഞ്. പിന്നെ ആദ്യമൊക്കെ ഫൈറ്റിന് ഭയങ്കര ആവേശമാണല്ലോ, ഇത് എന്റെ ഫൈറ്റ് ആണ്, ഫസ്റ്റ് ഫൈറ്റ് ആണ്, അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. കുഴപ്പമില്ല, ഇറ്റ് ഡസന്റ് മാറ്റർ. അപ്പൊ ടേക്ക് ഓക്കെ അല്ലേ, ഒന്നുകൂടെ എടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അതേപോലെ തന്നെ വീണ്ടും നിന്നു. ഇത് കാല് പിടിച്ച് പൊക്കി, എനിക്ക് പൊങ്ങാൻ പറ്റുന്നില്ല, ആദ്യം വലിച്ച് ആദ്യം വരഞ്ഞ്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നിലത്തിട്ട് വരഞ്ഞ് ലാസ്റ്റ് പിന്നെ ഏതോ ഒരു ടേക്ക് ഓക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം പരിപാടി ഞാൻ എഴുന്നേറ്റ് ഇപ്പൊ എന്റെ പിറകുന്ന ഒരുത്തൻ വൈഷ്ണവ്, എന്റെ ഫ്രണ്ട്, ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നു. ഫുള്ള് ചിത്രപ്പണി വരച്ച വെച്ചാലായിരുന്നു. ഫുള്ള് അവിടെ കുറെ പാടൊക്കെ വന്ന് ഒരുമാതിരിയായി. ലാസ്റ്റ് പ്രശാന്തട്ടം പറഞ്ഞു, ആദ്യത്തെ ഫൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ആവേശമൊക്കെ കാണും, ഇപ്പൊ മനസ്സിലായില്ലേ, സൂക്ഷിച്ചും കണ്ടുപോകണം ഇതൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു. അയ്യോ, ഇനി സേഫ്റ്റി ഒക്കെ എടുക്കണം. ആദ്യം ആയതുകൊണ്ട് പിന്നെ നമ്മള് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചാണ്. പക്ഷെ ആ ഒരു പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി. അത് വരങ്ങിയതല്ല, ആ നമ്മളെ വലിച്ച് എറിഞ്ഞില്ലേ, അപ്പൊ മുളയുടെ ഒരു തണ്ടില്ല, അത് ഇവിടെ തട്ടിയപ്പോൾ ചെറിയൊരു വേദനിച്ചു. അപ്പൊ അത് മസിൽ പെയിൻ എന്തോ ഉടക്കിയതാ, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് പോയി റെഡി ആയിട്ട് വന്നു. അപ്പൊ പറഞ്ഞതുപോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ, അതുപോലെ നല്ല മൂവീസിന്റെ ഭാഗമാവട്ടെ. താങ്ക് യു സോ മച്ച്.